ഇത് ജർമ്മനിയിലൊരു കടൽ സൈഡായിരുന്നു ജർമ്മനിയിലെ. നമ്മളൊരു കടലിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത്. അതായത് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റ്സൊക്കെ കുറേ ഈവനിങ്ങിലും വീക്കെൻഡ് ഈവനിങ്ങും കുറേ ടൂറിസ്റ്റ്സ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരും. നമ്മൾ ലൈൻ കീപ്പാണ് ഗൈസ്. അവിടെയാണ്, ഈ സൈഡാണ് കടൽ വരുന്നത്. ഇത്രയും നേരം ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ കടൽ മറഞ്ഞു പോയി ഗൈസ്. പക്ഷേ ഇനിയും വരേണ്ടോ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന സ്ഥലം ജർമ്മനിയിൽ. 100 kilometers speed. ഇതാണ് നമ്മുടെ ജർമ്മനിയിലെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഗൈസ്. വിൻ്റർ ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുൾ ഐസ് ആയിരിക്കും. അവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. കടൽ കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത കടൽ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്, റെയിൽവേ ട്രാക്ക്. സോറി, റോഡ് അഗൈൻ ബ്ലോക്ക് ആയി തുടങ്ങിട്ടോ. ആ സൈഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. മിക്കവാറും ഇപ്പം ഈ സൈഡും ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഒരു കയറ്റം വരുന്നുണ്ട്. അപ്പം നമ്മൾ തേർഡ് ലൈനിൽ പിടിച്ചിട്ടുണ്ട്. കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക് തന്നെ നിറച്ചാവും. ബിക്കോസ് നമുക്കൊരു ലോഡും കൊണ്ട് നമുക്കൊരു ലിമിറ്റഡ് സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നു. സോ വി ആർ ചേഞ്ച്ഡ് ദ ലൈൻ. സോ മ്യൂണിച്ച് ആയിരുന്നു, അല്ല സംതിങ് ജർമ്മനിയിലെ സ്ഥലമാണ്. ചെറിയൊരു കയറ്റാണ്. നമുക്കിനിയും ഒരു 900 കിലോമീറ്റർ നമ്മളൊരു 600 എത്തുന്ന ഇന്ന് ഓടിയിട്ട്. പിന്നെ നമുക്കൊരു 7 മണിക്കൂർ യാത്ര ഉണ്ടാവും. സോ സെക്കൻഡ് ലൈൻ ഇറ്റ്സ് 50. വൺ സൈഡ് ബ്ലോക്ക് ആയി ഗൈസ്. ബസ്സസ് ഉണ്ട്, കുറേ ബസ്സസ് ഉണ്ട്. ജർമ്മനിയിൽ കൂടുതൽ ആൾക്കാരും ബസ് യൂസ് ചെയ്യുന്നുണ്ട്. കടൽ മിസ്സായി, പക്ഷേ മൗണ്ടെയിൻസ് ഉണ്ട് ഗൈസ്. മൗണ്ടെയിൻസ് എല്ലാ സ്ഥലത്തും മൗണ്ടെയിൻസ് ഉണ്ട്. വിച്ച് November 2026 സംതിങ് they were planning. അടുത്ത മൗണ്ടെയിൻസ്. Nice color, huh? Yeah, coffee. Coffee, no, I think red. Coffee red, yeah. The car is also good. Maroon. Yeah, maroon.